ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡോക്ലയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മളിതിന് വേണ്ടി തയ്യാറാക്കുന്നത്. നന്നായി ഇളക്കി പഞ്ചസാര ഉപ്പൊക്കെ അലിയുന്ന വരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് കട്ട കെട്ടാതെ കുറേശ്ശെയായിട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കടലമാവ് മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇനോ, അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊരു ട്രേ എടുത്ത് അതിലല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഉടനെ തന്നെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച സ്റ്റീമറിലേക്ക് നമുക്ക് ഈ ട്രേ ഇറക്കി വയ്ക്കാം. ചെറിയ തീയിൽ 20 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഇനി ട്രേ പുറത്തേക്ക് എടുത്ത് നമുക്കിത് സൈഡിൽ നിന്ന് വിടുവിച്ചെടുത്ത് സ്ക്വയറായിട്ട് നമുക്ക് ഡോക്ല മുറിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നന്നായി മൂത്ത് വരുമ്പോൾ അല്പം കറിവേപ്പില ചേർക്കാം. നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ മുറിച്ച് വെച്ച ഡോക്ല നന്നായി ചൂടാറിയിട്ടുണ്ട്. ഈ ഉണ്ടാക്കിയെടുത്ത മിക്സ് നമുക്ക് ഡോക്ലയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ രുചികരമായ ഡോക്ല നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.